നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. ഇവർക്കെല്ലാം പല സജഷൻസ് ഉണ്ട് കേട്ടോ. ഇവർ പറയുന്ന ഏതെങ്കിലും പേര് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു വലിയ ഗിഫ്റ്റ് എന്തായാലും കൊടുക്കും. പല തരത്തിലുള്ള പേര് എഴുതിയിട്ട് ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ. ഇന്നോ ഡോക്ടറെ പേരെങ്ങനെയുണ്ട്? അടിപൊളി. നമ്മളെ ഫസ്റ്റ് വന്ന ദിവസം ബേബിയുടെ നെയിം അറിയാത്തോണ്ട് ഇങ്ങനെ ഒരു റിവീലിംഗ് പരിപാടി ഉണ്ടാവും അറിയാലോ. നമ്മൾ ചോദിച്ചില്ല മനഃപൂർവ്വം. സത്യം പറ, എനിക്കെങ്ങനെ പേര് മനസ്സിലായേ? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തന്നിനു ആദ്യം. ഇവള് വാവേനെടുത്താണ്. നല്ല രസാട്ടോ അല്ലേ? ലാസ്യം ഡോക്ടർ ഇതിലേക്ക് വന്ന സ്റ്റോറി ഞാൻ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഹോം സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ ഒരു ഡോക്ടർ ഹോം സർവീസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരൊന്നും അങ്ങനെ ഒരു ഡോക്ടേഴ്സ് ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ അതെ സ്വന്തമായിട്ട് അങ്ങനെ എന്തായിരുന്നു അങ്ങനെ തോന്നാനും. അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ അടിപൊളിയായിട്ട് ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെന്താ പരിപാടി? ആരതാ ആണോ? അപ്പൊ ബലൂണ് നിങ്ങൾ കൊറേ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. കൊറേ സൗണ്ടും കേൾക്കുന്നുണ്ട്. പൊട്ടിപ്പോകുന്നുണ്ട് അല്ലേ? നമുക്ക് വൈകാണ്ട് തന്നെ വേറെ റിവീൽ ചെയ്താലോ? നിങ്ങൾക്കെല്ലാം ഓരോ സജഷൻ ഉണ്ടാ പേരിന്റെ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾ ഐഡിയ ഉള്ളതല്ല എഴുതി വെക്കിട്ടാ. ഓക്കെ. അപ്പം ബലൂൺ അത് മതിയില്ലേ? നിങ്ങൾ എത്ര ഉണ്ടാക്കിയാലോ കാറ്റത്ത് മാറിപ്പോവും. ഡോക്ടർ എവിടെ? ഫുഡ് കഴിക്കാണോ? അല്ലല്ല ഫ്രീ ആണോ? ആയി. ഇവര് കുറെ നേരമായി ബലൂൺ ഇങ്ങനെ വേർപ്പിക്കുന്ന പൊട്ടുന്നേ. നമുക്ക് ചെയ്യാല്ലേ നെയിം റിവീല്? അതെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ബേബീൻ്റെ നെയിം റിവീലിംഗ് വീഡിയോ ഇന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ. ഞാൻ ഓല എണീപ്പിച്ചിട്ട് വരാം. എല്ലാവരും കിടന്ന് ഉറങ്ങാണ്. നമ്മൾ അവരെ ഒന്ന് ഓണാക്കട്ടെ. ഓക്കെ. കുറേ കാലമായില്ലേ നിങ്ങൾ പറയുന്നത് പേരെന്താ ഇന്ന് പറഞ്ഞുതരാം. നമ്മളെ ബലൂണല്ലേ ഇതാ പാറി പോകുന്നത്. ബലൂണൊക്കെ പൊട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് അളിയനും വൈഫും വന്നിക്ക്. അസ്സലാമു അലൈക്കും. അപ്പോൾ സക്കീച്ച പോയവരെ ഇവരാണ് വന്നത്. എന്തൊക്കെയാ വിശേഷം? നിങ്ങൾ വന്ന ദിവസം നല്ലൊരു ദിവസമാണ്. ഇന്ന് കുഞ്ഞിൻ്റെ നെയിം റിവീലിംഗ് വീഡിയോ എടുക്കുന്ന ദിവസമാണ്. കുറേ ആൾക്കാരുണ്ട് പേര് ചോദിക്കുന്നില്ല. പിന്നെ പേര് ചോദിച്ച് എല്ലാവർക്കും മതിയായിക്കില്ലേ? പേരൊക്കെ ഇട്ടോ. പേരൊക്കെ അന്നേരം ഇതായിക്കോ. പിന്നെ നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാവരോടും പറയാന്ന് വിചാരിച്ചതിനല്ലേ. ഇതാ ഇപ്പൊ എട്ടിയിലുണ്ട് കുഞ്ഞിന്റെ പേര്. ഇതെന്താന്നൊക്കെ സർപ്രൈസ് അല്ലേ? നമുക്ക് ഓല വിളിക്കുമല്ലേ? ഓല എന്തൊക്കെയോ ഡെക്കറേഷൻ എല്ലാം ചെയ്തിക്ക്. അതെല്ലാം കുറെ പാറിപ്പോവുകയും ചെയ്തിക്ക്. പാവം. നമുക്ക് ആടെ ഇരുന്നിട്ട് എടുക്കാം അല്ലേ? നല്ല ഇറങ്ങിക്കാം. മെല്ലെ. പിന്നോ നെയിം റിവീലിങ്ങിന് ഞാനും വണ്ടിയാ കുഞ്ഞു വേണ്ടേ? ഉറക്കാം. അപ്പോൾ ഉറക്കം എണീപ്പിച്ചിട്ട് ഓനെ കൊണ്ടുവരിക. അതിൻ്റെ ഇടയ്ക്ക് ഓൻ എണീച്ചിട്ടുണ്ടെങ്കിൽ വിശ്രദ്ധ എണീച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എണീച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കിട്ടാ. അങ്ങനെയാന്ന് നമുക്ക് കുഞ്ഞിനെ വീഡിയോ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരാം. പിന്നെ നമ്മൾ പേര് കണ്ടുപിടിച്ചതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ? രാത്രി ഞാനൊരു ദിവസം ഇവള് ഡെലിവറി പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ അന്ന് രാത്രി 1:30 വരെ ഉറക്കില്ലാണ്ട് ആൺകുട്ടീൻ്റെ ഓൾറെഡി എൻ്റെ മൈൻഡിലുണ്ടേനു കേട്ടോ. അത് കുറേ കഷ്ടപ്പെട്ട് കിട്ടിയേക്ക് പെൺകുട്ടീൻ്റെ ഒരു പേര് കണ്ടുപിടിച്ച് 1:30 അന്നേരം എനിക്ക് സാറ്റിസ്ഫൈഡ് ആയൊരു പേര്. അതിൻ്റെ മുമ്പ് വേറെ പേരൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതൊക്കെയാണ് നമ്മൾ സജഷനിൽ വെച്ചത്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടേണ്ടത് എങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പേര് കണ്ടുപിടിച്ച് അപ്പോൾ നമ്മൾ ആൺകുട്ടി ആയതുകൊണ്ട് അതിൻ്റെ ഉപയോഗം വന്നില്ല അല്ലേ? അപ്പോൾ ആ പേര് പറഞ്ഞു തരണോ? പറഞ്ഞു കൊടുക്കണോ ഇവർക്ക്? വേണ്ട. അത് നമുക്ക് അടുത്ത പെൺകുട്ടി ജനിച്ചാൽ അതിനിടാട്ടോ. അന്നേരേ പറഞ്ഞു തരുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഡോക്ടറും പിന്നെ അവരൊക്കെ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അവരിപ്പോൾ എത്തും കേട്ടോ. ഓക്കെ. മിന്നുവിന് നല്ലൊരു മാറ്റം ഇല്ലേ? അവിടെ ഒന്ന് ലുക്കായി കിട്ടാ. ഇനി ഫേഷ്യലും ഫേസ് മസാജും ഹെയർ മസാജും അതും ഇതെല്ലാം ചെയ്തിട്ട്
അത് ക്ഷീണം രണ്ടും വേറെ. ക്ഷീണം എന്ന് പറഞ്ഞാൽ രാത്രി ഇവക്ക് ഇന്നലെ ഇവൾ ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല. അല്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. ഇന്നലെ സെക്കീച്ച ഉറക്കം കഴിഞ്ഞതിന് കേട്ടോ. ഞാൻ ലാസ്റ്റ് ദിവസമല്ലേ, ഞാൻ നോക്കിക്കോളാം എന്നിട്ട്. ഇപ്പം ഇന്നലെ രാത്രി കുഞ്ഞ് ഉറങ്ങിയില്ലേനു. അപ്പോൾ ഉറക്കം ചെയ്യുമ്പോഴുള്ള മുഖത്ത് ഇതുണ്ടാവുന്നല്ലാണ്ട് ഹാപ്പിക്കും അല്ലാണ്ട് വേറെ ഒരു വിഷയവും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ 10 മിനിറ്റ് ക്ഷീണമുള്ള സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോ അല്ലേ? അത് കമന്റ് ചെയ്തൊക്കെ സന്തോഷമില്ലായി ഒന്നും ഇവിടെ ഇല്ലേ, ഞങ്ങള് സന്തോഷത്തിൽ ഇങ്ങനെ അർമാദിക്കുന്ന അവിടുന്ന് അല്ലേ? ആ, നേരാണ്. അപ്പൊ ഇത് അവലൊക്കെ വരുന്നുണ്ട്. ഈറ്റ ഒരു ഊഞ്ഞാൽ എന്തായാലും നമ്മൾ വാങ്ങാനുണ്ട്. ആ, അപ്പൊ എല്ലാം സെറ്റ് അല്ലേ ഡോക്ടറെ? തുടങ്ങല്ലേ? വരുന്നില്ല? അത് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതാ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വലിയ വലിയ യൂട്യൂബർമാരൊക്കെ നെയിം റിവീൽ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വലിയ സെറ്റപ്പിലാണ്. നമ്മളങ്ങനെ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ അല്ലേ? നമ്മൾ സിമ്പിളായിട്ട് നെയിം റിവീൽ ചെയ്യാണ് അല്ലേ? അതെ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മളെ പേര് ഒളിഞ്ഞു കിടക്കുന്നത്. ഓക്കെ, അത് സർപ്രൈസ് ആണ്. അത് നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. കുറച്ച് കഴിയട്ടെ. അതിൻ്റെ മുമ്പ് നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. ഇവർക്കെല്ലാം പല സജഷൻസ് ഉണ്ട് കേട്ടോ. ഇവർ പറയുന്ന ഏതെങ്കിലും പേര് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു വലിയ ഗിഫ്റ്റ് എന്തായാലും കൊടുക്കും. ഓക്കെ, അടിപൊളി ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പേരെഴുതിയിട്ട് ഇതിലിട്ടിക്കില്ല? ഇവരെല്ലാവരും പല തരത്തിലുള്ള പേരെഴുതിയിട്ട് ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ ഇന്നോ. ആ, ഇതാരാ എഴുതിയെന്ന് വെച്ചാൽ കൈവക്കണം കേട്ടോ. അദ്നാൻ. ആ, അത് വിവിധയാട്ടെ. ഓളാടെ കുഞ്ഞാടാണല്ലോ. അപ്പൊ കുഞ്ഞ് പെട്ടെന്ന് കറിയാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി അവിടെ നിപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ അതിനാണ് വിവിധ പറയുന്നത് കേട്ടോ. ഞാൻ അടുത്ത എംറിക്. അതാരാ? ഭയങ്കര പേരല്ലേ എംറിക്. എവിടുന്ന് കിട്ടി? നെറ്റിലാ? അടുത്ത എന്നാ? റയാൻ. കോമൺ ആയിട്ട് അധിക കുട്ടിയെ കൊടുക്കുന്ന പേരാണ്. റയാൻ ആയിരിക്കോ? ഭാഗ്യോ ഇന്നലിട്ട റയാന്. ആരാട്ട? ദേവുവാ? അപ്പൊ ദേവുവിന് ഗിഫ്റ്റ് കിട്ടുവോ? ഇന്നോ കിട്ടോ? ആ, അല്ല, നിങ്ങള് 3 ആളല്ലേ ഉള്ളൂ. ഇതിന്റെ അകത്ത് പിന്നെ ഒരു 4 പേര് കാണുന്നുണ്ടല്ലോ. ഒന്ന് പോയാൽ അടുത്തേൽ പിടിക്കാന്ന് കിട്ടതാ. ദീപ്തിന്റെ വക അല്ലേ? ആ, സെയിൻ. സെയിൻ അടിപൊളി പേരാട്ടാ. തിരക്കാടില്ലാളാ. ഞാൻ വിചാരിച്ചു നിങ്ങള് കുറച്ച് ഓൾഡ് പേരുകളായിട്ട്. ആ, ഹംദാൻ ഒന്നുകൂടി ഉണ്ടല്ലോ. 2 ഹംദാനോ? ഇതെന്താ 2 കോയെന്ന് വെച്ചാ? അത് അദ്നാന്. ആദ്യത്തെ അദ്നാൻ, ഇത് ഹംദാൻ അല്ലേ? ഓക്കെ. ഹംസ എന്നുള്ള ഹായും അങ്ങനെ എന്തിച്ചിട്ടാണ്. അടുത്തത് ഇഹ്സാൻ. നല്ല ഇവലോട് ചോദിച്ചാൽ മതി കേട്ടോ. അവള് വെറുതെ ഗൂഗിളിലൊന്നും തപ്പണ്ടേനു. അന്നേരം ഇവിടെ വന്നിട്ട് ഇവലോട് ചോദിച്ചാൽ മതി പേര്. അടുത്ത എന്നാ? എമിൻ ഐബക്. ഇതാരാ എഴുതിയേ? വിവിധയാ? ഇതൊക്കെ ഭയങ്കര സ്കില്ലുണ്ട് അല്ലേ? പേരുകളുടെ കുഞ്ഞറിയണ്ട നോക്കണേ. അടുത്തത് താരിഖ് മുഹമ്മദ്. അടുത്ത പേര്. ഇത്രയും പേരുകളാണ് നമുക്ക് സജഷൻ ആയിട്ട് വന്നത്. പിന്നെ ഞാൻ ഈ പേര് കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ ഒരു കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അതായത് പണ്ട് കരയണ്ട കുഞ്ഞിനെ എടുക്കണോ? കുഞ്ഞിനെ എടുത്തിട്ടുണ്ടായിരുന്നോ? കവർ ചെയ്തിട്ട് എടുക്കണടാ. അടുത്തുള്ള കൊട്ടയില് വെള്ള ടർക്കി ഉണ്ട്. അടുത്തുള്ള നിലത്താ? ആ, നിലത്തുള്ളത് കേട്ടോ, വലിയയില്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബേബി കരഞ്ഞാൽ കൊണ്ടുവരാന്നുണ്ടെങ്കിലോ, ചെറുങ്ങനെ കരഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോഡേൺ ഫ്രണ്ടിനോട് ചോദിച്ച കുറച്ച് മോഡേൺ പേരുകളുണ്ട്. അപ്പോൾ അവൻ്റെ കുറച്ച് സജഷൻസ് നമുക്ക് നോക്കാം. പക്ഷെ പെൺകുട്ടീൻ്റെ പേര് നമ്മൾ എന്തായാലും നോക്കണ്ടല്ലോ, ആൺകുട്ടികളോ അവൻ്റെ സജഷൻസ് കേട്ടോ. ഹാനിക് ഹൈത്തം 1, പിന്നെ തൈഷ് അഹ്മർ, പിന്നെ തനൂഫ് ലിയാൻ, ബിലാൽ റബ, പിന്നെ നമ്രാൻ നാക്കിബ്, നബിൻ നുസ്രാൻ. ഇതൊക്കെയാണ് അവൻ്റെ സജഷൻസ്.
പക്ഷേ ഈ പേരൊക്കെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ മൈൻഡിൽ വിചാരിച്ചൊരു പേര് ലുക്മാൻ മാലിക് നിട്ടാലോ, ലുക്മാൻ ഇട്ടിട്ട് ലുക്കൂന്നോ അല്ലെങ്കിൽ ലക്കി എന്നൊക്കെ വിളിച്ചാലോ എന്ന് ചോദിച്ചു. പക്ഷേ ലക്കി എന്നുള്ളത് കുറേ മുമ്പേ വിളിക്കുന്നതാണ്, അത് വേണ്ടാന്ന്. അങ്ങനെ ലുക്മാൻ കൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ ഇൻസ്റ്റയിൽ എനിക്ക് എന്തോ ഒരു കമൻറ്റ് വന്നത് ഒരു പേരെന്ന്. അപ്പോൾ ഈ പേര് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ കൊടുത്ത് ലാസ്റ്റ് ഞാൻ വേറത് എൻ്റെത് ആഡ് ചെയ്ത്. ഇതിലൊരാൾ പറഞ്ഞ പേരിനോട് ചെറിയ സാമ്യമുണ്ട് കേട്ടോ. അതാരാ നമുക്ക് പയ്യെ പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോകാമല്ലോ. പിന്നെ പേരിൻ്റെ നമ്മുടെ രണ്ടാളും കൂടി തന്നെയാണ് കേട്ടോ അത് സജസ്റ്റ് ചെയ്തത്. ഞാൻ ഇങ്ങനെ പേര് കണ്ടുപിടിക്കും, ഞാൻ ഇവളോട് ഇങ്ങനെ പറയും അത് റെഡി ആയില്ല എന്ന് പറയും. അങ്ങനെ നമ്മളിങ്ങനെ മാറി വന്നതാണ് കേട്ടോ. എൻ്റെ പേര് ഇട്ടതെന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഒരു ധീരൻ്റെ പേര് എന്നുള്ള രീതിയിലാണ് ഹംസ എന്നുള്ള. ഹംസാൻ്റെ പേരിൻ്റെ അർത്ഥം സിംഹം എന്നാണ്. അങ്ങനെയാണ് ഉപ്പ പേരിട്ടത്. അപ്പോൾ ഞാൻ മീനിങ്ങും നോക്കിയിട്ട് തന്നെയാണ് പിന്നെ പേരിട്ടത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളൊന്ന് ഇത് ഓപ്പൺ ചെയ്യല്ലേ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പേര് വരിക എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായ ഒരു സർപ്രൈസാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അടുത്ത നിമിഷം തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ സർപ്രൈസ് ഞെട്ടാൻ റെഡി ആയിക്കട്ടാ. തുറക്കട്ടെ. അതായത് ഇത് കാണുന്ന ഹാർട്ട് പേഷ്യൻറ്റ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഒന്ന് മാറിയിരുന്ന, കാരണം അത്രയും വലിയ സർപ്രൈസാണ്. നിങ്ങൾ ഷോക്കിൽ നിങ്ങൾ ഞെട്ടിപ്പോലെ. പിന്നെ കുറച്ച് ഓവർ ആയിക്കോട്ടെ, എന്നാലും ആൾക്കാർ 4 കമൻറ്റിൽ തെറി പറയും. ഇങ്ങനെ ചിലക്കുന്ന നേരം ചോദിക്കും അങ്ങ് തുറന്നുവിടറോന്ന്. തുറക്കട്ടെ. ഓക്കെ, തുറക്കാൻ പോവാണേ. തുറക്കട്ടെ. ഗിഫ്റ്റ് എനിക്ക് കിട്ടുവാ. അപ്പോൾ ബേബീനെ എടുത്തിട്ട് ഓള് വന്നിട്ടുണ്ട് കേട്ടോ. അവനക്കറിയുന്നുണ്ടാ? അവനറിയാം. അവനോട് പറഞ്ഞേക്ക് അവൻ്റെ പേരാണ് ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നതെന്ന് അല്ലേ. ചെയ്തോന്നാ. അപ്പൊ ഇതാ തുറക്കട്ടെ. ഇനി ഓർന്നോ അല്ലേ? വേണ്ട, ഇതാ നിങ്ങൾ ഓർന്നോ. എന്താ തുറന്നോ. അപ്പൊ ഫ്രണ്ട്സ് പിന്നിൽ കാണുന്നതാണ് അവന്റെ പേരിട്ടാ. എന്താ എന്താ ഇങ്ങോട്ട് പോയി നിങ്ങളോട് വെച്ചത്? അല്ല ശരിയാവൂല. അവിടെ പോയി ഞങ്ങൾ ഇപ്പൊ തന്നെ ലീലാത്തില്ലേനോ? എന്താ പിന്നെ ഇതിലെടുത്ത് മാറ്റിയോ? വെച്ചേ സത്യം ആ കുഞ്ഞ് അറിയാന്ന്. ഇവരോട് ദേഷ്യം പിടിച്ചിട്ട് കുഞ്ഞ് അറിയാന്നിട്ടാ. ഓനെ നല്ലോണം കെയർ ചെയ്യുന്ന ചേച്ചിമാരാണ്. ഇവരെ ഒന്നും പറയരുത് എന്നാ പറയുന്നല്ലേ. അപ്പൊ അത് എവിടെ വായിപ്പോയിട്ടാ. പിന്നെ അല്ല ഇതിനകത്ത് ഒരു സാധനം ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. നിങ്ങൾ എന്തെന്ന ആൾക്കാരാ ബേബിന്റെ പേര് വ്യൂവേഴ്സിന് മുന്നേ റിവീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാലി പെട്ടിയായിട്ട് എടുത്തു വന്നേ. കയ്യിലുണ്ടെങ്കിൽ നന്നായിരിക്കും. ഭയങ്കര ഡയലോഗ് ഒന്നും അടിക്കണ്ട. എന്നോട് അവിടെ വെച്ച് മറന്നു പോയതായിരിക്കും. എന്താ ഡയലോഗില്ലേ. അപ്പൊ എന്തായാലും ഇനി നമ്മൾ വൈകിക്കുന്നില്ല. ഇത് ബോണി ബേബ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് നമുക്ക് വന്നതാണ് കേട്ടോ. ഇത് തുറക്കല്ലോ. എന്നോ ഇനി ശരിക്കും ഉണ്ടല്ലോ അല്ലേ. പിന്നെ ഞാനുള്ള കൊറിയർ ഒപ്പിട്ട് വാങ്ങി. ശരിയല്ലേ. 5 കൊറിയർ വന്നു. യെസ്. അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബേബീന്റെ പേര് കേട്ടോ. എമിൻ മാലിക്. ഓക്കെ, ബാവക്ക് ഇട്ട് കൊടുക്കാനുള്ള ഡ്രസ്സ് ചെയ്യുന്നു കേട്ടോ ഇത്. പക്ഷെ എനിക്കിത് സൈസ് കുറച്ച് വലുതാണ്. കുറച്ചുകൂടി ഒരു തൂക്കം വരാനുണ്ട്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്ത കേട്ടോ. ഇനി നമുക്ക് ഓൻ തൂക്കം എപ്പോൾ വന്നപ്പോൾ ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ പേരെങ്ങനെയുണ്ട്? എമിൻ മാലിക്. എമിൻ മാലിക് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, മാലിക് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, രാജാവ്, അങ്ങനെ മുതലാളി, അങ്ങനെയുള്ളൊരു മീനിങ് ആണ്. എമിൻ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വർത്തി, അതായത് വിശ്വസ്തൻ എന്നാണ്. വിശ്വസിക്കാൻ പറ്റിയ രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി അങ്ങനെയൊക്കെ പറയാം അല്ലേ. അവനൊരു ഭരണാധികാരി ആവട്ടെ അല്ലേ. അതാണ് എമിൻ മാലിക്കിന്റെ അർത്ഥം കേട്ടോ. ഡോക്ടറെ പേരെങ്ങനെയുണ്ട്? അടിപൊളി. എമിൻ മാലിക് നല്ല സ്ട്രോങ് പേരാണ്. നമ്മളെ ഫസ്റ്റ് വന്ന ദിവസം ബേബിയുടെ നെയിം അറിയാത്തോണ്ട് ഇങ്ങനെ ഒരു റിവീലിംഗ് പരിപാടി ഉണ്ടാവും അറിയാലോ. നമ്മൾ ചോദിച്ചില്ല മനഃപൂർവ്വം എന്ത് എഴുതണം എന്നുള്ളതില്. അപ്പൊ നമ്മള് ജസ്റ്റ് വെൽക്കം ടു അവിസെന്ന എന്ന് മാത്രം ഇട്ടു. ഇപ്പോഴാണ് പേര് കേക്കില്ലേ. അതെ 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 അതെ.
ഇപ്പോഴാണ് മിനുടെ ബേബിയുടെ പേര് പിടികിട്ടുന്നത്. അപ്പൊ കൊറേ പേരിങ്ങനെ പേര് ചോദിക്കുമ്പോ എന്താ മറുപടി പറയണ്ട. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇഞ്ച ഒലക്കേവല സർപ്രൈസ്. എല്ലാരും യൂട്യൂബ് ഈ വൈബ് എല്ലാരും ടീമായിരിക്കൂല. അതെ, കണക്ട് ആകുന്നവരോട് നമുക്ക് പറയാം. അല്ലാത്ത ഫാമിലി മെമ്പേഴ്സിനോട് എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു വല്ലാത്ത കൺഫ്യൂഷൻ അല്ല. പിന്നെ 1 മാസമായില്ലേ ഇപ്പൊ റിവീൽ ചെയ്യുന്നത്. നല്ല ആൾക്കാരാ നമ്മള്. അപ്പൊ എന്തായാലും ഇവിടുന്ന് തന്നെ നെയിം പറയാൻ പറ്റിയ ഒരുപാട് നല്ലൊരു അല്ലേ, ഇത്രയും പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലത്തുനിന്നായതിന് ഒരുപാട് സന്തോഷം അല്ലേ പിന്നെ. അതെ, അപ്പോൾ ഇവിടെ എന്തായാലും ഡോക്ടറെ ഇന്ന് നമുക്ക് കിട്ടിയതാണ്. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാം അല്ലേ. അപ്പോൾ പിള്ളേരൊക്കെ ചായ കൊടുക്കാനൊക്കെ പോകാൻ സമയമായി. പിള്ളേർ എന്നൊക്കെ നമ്മളുള്ള ഒരു ബന്ധത്തിൽ പറയുന്നതാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി തെറാപ്പിസ്റ്റുകളാണ്. അതെ, അപ്പോൾ ചായക്ക് സമയമായില്ല. അപ്പോൾ നിങ്ങളെ ഒഴിവാക്കി തരാം. അപ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കാൻ സമയമില്ല, പിന്നെ പാവക്ക് പാൽ കൊടുക്കാൻ സമയമില്ലേ? എന്നാ വാ. ഓക്കെ, ഞാൻ ഡോക്ടറോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഓക്കെ, അങ്ങോട്ടേക്ക് വരണോ, റൂമിലേക്ക് വരണോ? നമുക്ക് അവിടുന്ന് എടുക്കാം. നിങ്ങളുടെ അവിടുന്ന്. ഇത് പറഞ്ഞ പോലെ ഒരു കാര്യം മറന്നുപോയി. ലാസ്റ്റുള്ള ഇതാ, ഏതാണ് നറുക്കെടുപ്പിൽ വിജയിച്ചതെന്ന് പറയണ്ടേ? ഇതൊന്ന് മേടിച്ചത്. അതിൻ്റെ അകത്ത് എമീൻ ഐബക്ക് എന്നാണല്ലേ അവൾ എഴുതിയത്. കിട്ടിയത് സത്യം പറ, എനിക്കെങ്ങനെ പേര് മനസ്സിലായേ? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തന്നിനു ആദ്യം. എനിക്കെങ്ങനെ തിരിഞ്ഞ് ആണാ? എന്നാലും വല്ലാത്ത കറക്കി കുത്തലായിപ്പോലല്ലേ. ഗിഫ്റ്റ് ഉണ്ട് കേട്ടാ, പറഞ്ഞതാ. അത് പൊളിച്ച് കുത്തിന് പിടിച്ച് വാങ്ങും അല്ലേ? അങ്ങനെ ആയിരിക്കണം, അതാണ് സ്പിരിറ്റ് അല്ലേ? ഓ, ഇവള് വാവേനെടുത്താണ്. നല്ല രസാട്ടോ അല്ലേ? ഓക്കെ, എന്നാല് നിങ്ങളെ വർക്ക് നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള 2 ഡോക്ടേഴ്സാണിത്. ഇത് നാജിയ ഡോക്ടർ, ഇവിടുത്തെ RMO ആണ്. ഇത് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആണ്. ലാസിമ ഡോക്ടർ, ലാസിമ സാവിസന്ന ആയുർവേദ പോസ്റ്റ് നാട്ടൽ കെയർ സെന്റർ അല്ലേ? അതെ. അപ്പോൾ ലാസിമ ഡോക്ടർ ഇതിലേക്ക് വന്ന സ്റ്റോറി ഞാൻ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഹോം സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ ഒരു ഡോക്ടർ ഹോം സർവീസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരൊന്നും അങ്ങനെ ഒരു ഡോക്ടേഴ്സ് ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ അതെ, സ്വന്തമായിട്ട് അങ്ങനെ. എന്തായിരുന്നു അങ്ങനെ തോന്നാനും? അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടിയ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാടാണ്. അപ്പോൾ ഞാൻ തന്നെ തുടങ്ങി, അതായത് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, അവരുടെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ട്രീറ്റ്മെന്റ് ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ ഹോം സർവീസിന്റെ പേഷ്യൻസിനും ഞാനായിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ ബേസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ പിന്നെ മാത്രമല്ല, ഓൾറെഡി നമ്മളൊരു ഫേം സെറ്റപ്പ് ചെയ്യുമ്പം അതൊരിക്കൽ ക്ലോസ് ചെയ്യാനുള്ള ഒരു ലെവലിലാണെങ്കിൽ നമ്മളത് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം സർവീസ് ചെയ്ത് നല്ലപോലെ ബുക്കിങ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു, അതായത് ബുക്കിങ്സ് വന്നിട്ട് സെന്റർ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അല്ലാതെ നമ്മൾ സെന്റർ തുടങ്ങിയിട്ടേ ഇല്ല. എന്നിട്ടാണ് നമ്മൾ സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ തെറാപ്പിസ്റ്റിനെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും കുറച്ചുകൂടെ ഈസിയാണ്. ഇന്നതാണ് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇതാണ് പ്രശ്നം വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കാം. മനസ്സിതറിയാതെ നമ്മൾ എന്തോ ബ്ലൈൻഡ് ആയിട്ടിരുന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. തീർച്ചയായും നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള ആ മെന്റാലിറ്റിയും ഇവിടെ വരുമ്പോഴുള്ള മെന്റാലിറ്റിയും രണ്ടും വേറെയല്ലേ? അതായത് പേഷ്യൻസിന് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും, വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ അവർ വിളിക്കുമ്പോൾ ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ രാവിലെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, റിട്ടേൺ പോരുന്നു. വേറെയുള്ള ഒരു കാര്യമായിട്ടും കണക്ഷൻ ഇല്ല. അതായത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന, ഇപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ നാട്ടിലൊരു സ്ഥിരമായിട്ടൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്, അതായിരുന്നു ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹോം നേഴ്സിന്റെ ട്രഡീഷൻ എന്ന് പറയുന്നത് അവര് ഈ ട്രീറ്റ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അവിടെയാണ് ഡോക്ടറിന്റെ പ്രധാനം വരുന്നത്, അതായത് ഇമ്പോർട്ടൻസ് വരുന്നത്. ഡോക്ടേഴ്സ് ആ പേഷ്യന്റിന് എന്ത് ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോം നേഴ്സ് ചെയ്യുന്നത് നമുക്ക് തുണി അലക്കാനും ബാക്കിയുള്ള അല്ലെങ്കിൽ
നാട്ടിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറച്ച് കഷായക്കൂട്ടുകളും ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് സ്ഥിരമായിട്ട് അതന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എന്തിന് ഡോക്ടേഴ്സ് പോയി ചെയ്യുന്നു, എന്തിന് പോസ്റ്റ് നാച്ചുറൽ സെന്റർ എന്ന് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ. അങ്ങനെ നമ്മൾ ഓരോ പേഷ്യന്റിനും അനുസരിച്ചുള്ള മെഡിസിൻസാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ ധന്വന്തരം കൊടുക്കുക, മർമ്മകഷ അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്? അതായത് ഓരോ പേഷ്യൻസിനും ഡിഫറെൻ്റ്ലി ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റും ഏത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ മിന്നുവിൻ്റെ കേസിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മിന്നുവിന് നീരിറക്കുള്ളത് നമുക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡെയിലി തല നനച്ചാലൊക്കെ നീരിറക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണ തന്നെ വേറെയാണ്. പിന്നെ അതേപോലെ മിന്നുവിന് ഇന്റേണലി മെഡിസിൻ കൊടുക്കുമ്പോഴും ഇപ്പോൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന മെഡിസിൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഓരോന്നും ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും കഴിക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചെയ്തു പോകും. അതുകൊണ്ട് ഞാൻ പേര് പറയാത്തത് കേട്ടോ. അപ്പം ഓരോന്നും നമ്മൾ വേറെ വേറെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നാട്ടിൽ വരുന്ന കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് കുറേ മെഡിസിൻസ് അങ്ങ് കൊടുക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ടാവും, അതായത് ആയുർവേദ മെഡിസിൻസ് കഴിക്കണ്ടെന്ന്. കാരണം ഡോക്ടേഴ്സിന് കുറ്റം പറയാൻ പറ്റില്ല. നാട്ടിൽ ഇങ്ങനെ പല മെഡിസിൻസ് ഒരുമിച്ച് അങ്ങ് കൊടുക്കുക ചെയ്യുക. കഷായം അത് ഇത് എന്നൊക്കെ പറഞ്ഞ ലേഹ്യമൊക്കെ അങ്ങ് കൊടുക്കും. അത് ആ പേഷ്യന്റിന് വേണോ വേണ്ടേ ഒന്നും അറിയില്ല. ആ ഒരു സാധനം ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഹോം സർവീസിലൂടെ ഒക്കെ ഉദ്ദേശിച്ചത്. ഹോം സർവീസിൽ തെറാപ്പിസ്റ്റിനെ കൊടുക്കുമ്പോൾ ഒരു പേഷ്യന്റെങ്കിലും, അതായത് ഒരു ബൈസ്റ്റാൻഡറെങ്കിലും ചോദിക്കാതിരിക്കില്ല, ഹോം നേഴ്സിന് പോരെ, എന്തിനാ ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റും ഡോക്ടറൊക്കെ എന്തിനാ, ഇതിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ടോ? ഈവൻ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് വരെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ടോ, എന്റെ ഇത്ര പ്രസവം നടക്കുന്നു. പക്ഷെ പ്രസവത്തിന്റെ സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങളൊരു നിങ്ങൾ മനസ്സിലാവുണ്ടാവുമല്ലോ. യൂണീക്ക് ആയിരിക്കും. ചില കുട്ടികൾ വെയിറ്റ് ഉണ്ടാവും, ചില കുട്ടികൾ വെയിറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വേണം കുട്ടീനെ മാനേജ് ചെയ്യാനും പഠിപ്പിച്ചു കൊടുക്കാന്. ഇപ്പം എനിക്ക് ഹംസകനെ ഞാൻ വിളിച്ചു ഓർമ്മയുണ്ട്, പണ്ട് ഉണ്ണീനെ പ്രസവിച്ച സമയത്ത് ഉണ്ണീനെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം, ബർപ്പിങ് ഇങ്ങനെ വേണം. നമ്മൾ ഉണ്ണീനെ മാനേജ് ചെയ്യുന്നത് വേറെ രീതി തന്നെയാണ്. അത് ഒരു പക്ഷെ ഒരു 3 കിലോ മേലെ വെയിറ്റ് ഉള്ള കുട്ടീനെ നമുക്ക് ആ ലെവലിലല്ല മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും പോസ്റ്റ്മോർട്ടം. ഈ പ്രസവശേഷം അവരുടെ അമ്മമാരുടെ ജേർണി കുറച്ചും കൂടി ഈസി ആവും. അവിടെയാണ് മറ്റേത് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്, നാട്ടിലെ സ്ഥിര സംസ്കാരത്തിനെ ബ്രേക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവരാകെ പാനിക്കായി പോവില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരു 6 മാസം അമ്മമാരാകെ ടെൻഷനായി പോവും. എന്തൊക്കെയോ കേട്ടിട്ട് എന്തൊക്കെയോ കഴിച്ചിട്ട് തടിച്ച് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ പോലെയോ. അതൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും കുഞ്ഞിന്റെ പേരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തായാലും ഇപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയുള്ള ആവശ്യന എന്ന് പറഞ്ഞ ഈ സെന്ററിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഇവിടുത്തെ എന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുക. അതിൽ ഇവിടെ എത്രയാണ് പേയ്മെന്റ്, എങ്ങനെയാണ് മന്ത്ലി എന്നൊക്കെ, ഒരു പാക്കേജ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചതുണ്ട്. അത് ഓരോ പാക്കേജിന്റെ അടിസ്ഥാനത്തിലാണ് റേറ്റ് ഒക്കെ. അത് നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക. ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാട്ടോ. പിന്നെ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതൊന്നും നിൽക്കൂല. അത്രയും അടിപൊളി സ്ഥലമാണ്. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടുത്തെ റൂംസ് ആയിക്കോട്ടെ, ഇവിടുത്തെ ആ ഒരു ഫുഡ് ആയിക്കോട്ടെ, പിന്നെ ആ പീസ്. രാവിലെ ഇവിടെ മയിലൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ മയിലിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് എണീക്കുന്നത്. ഇതെന്ത് അല്ലേ, പണ്ടൊക്കെ നമ്മൾ മയിലിനെ കാണുക എവിടെയെല്ലാം പോകണം. ഇപ്പൊ ഒന്ന് ആവശ്യം വന്നാൽ മയിലിനെ കാണാം. ആയിക്കോട്ടെ, എല്ലാവരും താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വാ. ഇവിടുത്തെ എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഡോക്ടറെ വിളിക്കാം കേട്ടോ. നമ്പറൊക്കെ കൊടുക്കേണ്ട. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.